ഹൗ ആർ യു ഓൾ? ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച വാട്ട് ഉപയോഗിച്ചുള്ള ക്വസ്റ്റ്യൻ്റെ കണ്ടിന്യൂഷനാണ്. കണ്ടിന്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വാട്ട് അല്ല ഉപയോഗിക്കുന്നത്. ഇന്ന് നമ്മൾ എവിഡേ എന്നർത്ഥം വരുന്ന വെൻ എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, എവിഡേ എന്നർത്ഥം വരുന്ന വെൻ എന്ന വാക്കാണ്. അങ്ങനെ നമ്മൾ വെൻ ഉപയോഗിക്കുന്നത് എവിടെയൊക്കെ ഏത് രീതിയിലാണ്? അപ്പോൾ നീ എപ്പോൾ വരും? ഇപ്പോൾ നീ എപ്പോൾ ഫുട്ബോൾ കളിക്കും? ആദ്യത്തെ സെന്റൻസ് നോക്കിയേ, നീ എപ്പോൾ ഫുട്ബോൾ കളിക്കും? നീ എപ്പോൾ ഫുട്ബോൾ കളിക്കുമെന്ന് നമ്മൾ എങ്ങനെ ചോദിക്കും? വെൻ ഡു യു പ്ലേ ഫുട്ബോൾ എന്നാണ് ചോദിക്കുക. വെൻ ഡു യു പ്ലേ ഫുട്ബോൾ. അങ്ങനെയാണെങ്കിൽ ഞാൻ എപ്പോൾ അവിടെ പോകും? ഞാൻ എപ്പോൾ അവിടെ പോകും എങ്ങനെ ചോദിക്കും? വെൻ ഡു ഐ ഗോ ദേർ. അപ്പം നമ്മൾ ഒരു കാര്യം ചോദിക്കാനായിട്ട് എപ്പോഴാണ് എന്ന വാക്ക് നമ്മൾ മലയാളത്തിൽ ഉപയോഗിക്കുന്ന എപ്പോഴാണെന്ന് ഉപയോഗിക്കുന്ന വാക്ക് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇംഗ്ലീഷിൽ ചോദ്യം ചോദിക്കണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക് ഏതാണ്? വെൻ ആണ്. അപ്പം ഡു നമ്മൾ ഏതൊക്കെ സബ്ജക്റ്റാണ് ഉപയോഗിക്കുന്നത്? ഐ, യു, വി, ദേ. ഈ 4 സബ്ജക്റ്റിനാണ് നമ്മൾ ഡു ഉപയോഗിച്ചുകൊണ്ട് ക്വസ്റ്റ്യൻ ചോദിക്കുക. അത് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ നിങ്ങൾ എപ്പോൾ ഇവിടെ വരും എങ്ങനെ ചോദിക്കും? വെൻ ഡു യു കം ഹിയർ എന്നാണ് ചോദിക്കുക. വെൻ ഡു യു കം ഹിയർ. അങ്ങനെയാണെങ്കിൽ കുട്ടികൾ എപ്പോഴാണ് നടക്കാൻ തുടങ്ങുക? മുട്ടിന് വേലയിടുക എന്നൊക്കെ നമ്മൾ പറയല്ലേ. അപ്പം എങ്ങനെ ചോദിക്കുക അത്? വെൻ ഡു ബേബീസ് സ്റ്റാർട്ട് ക്രൗളിംഗ്. ഞാൻ എപ്പോഴാണ് ഇംഗ്ലീഷ് പഠിക്കുക എങ്ങനെ ചോദിക്കും? വെൻ ഡു ഐ ലേൺ ഇംഗ്ലീഷ്. അപ്പോൾ അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത്? ഇത് മനസ്സിലായല്ലോ. അതിൻ്റെ സ്ട്രക്ചർ നമ്മൾ എഴുതുന്നത് ഏത് രീതിയിലാണ് എഴുതുക? വെൻ പ്ലസ്, ശ്രദ്ധിക്കുക, വെൻ പ്ലസ് ഡു പ്ലസ് സബ്ജക്റ്റ് പ്ലസ് V1 പ്ലസ് ഒബ്ജക്റ്റ്. മനസ്സിലായോ? ഇതാണ് അതിൻ്റെ സ്ട്രക്ചർ. നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ എപ്പോൾ എന്ന ഒരു ക്വസ്റ്റ്യൻ, എപ്പോൾ എന്ത് നടക്കും, എന്ത് ചെയ്യും, എങ്ങനെ ആണ്, എപ്പോഴാണ് നടക്കുന്നത് എന്നറിയാൻ വേണ്ടി നമ്മൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഏതാണ്? വെൻ പ്ലസ് ഡു പ്ലസ് സബ്ജക്റ്റ് പ്ലസ് V1 പ്ലസ് സബ്ജക്റ്റ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വെൻ ഡു ഐ ഗോ ദേർ. ഞാൻ എപ്പോഴാണ് അവിടെ പോകേണ്ടത്? വെൻ ഡു ഐ ഗോ ദേർ. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? ഈ രീതിയിലാണ് നമ്മൾ വെൻ ഉപയോഗിച്ചുകൊണ്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ഓക്കെ, നമുക്ക് ചോദിക്കാം വെൻ ഡു ദ ഗെയിം സ്റ്റാർട്ട്, വെൻ ഡു ദ സ്കൂൾസ് റീഓപ്പൺ ഒക്കെ നമ്മൾ ചോദിക്കല്ലേ. വെൻ ഡു ദ റിസൾട്ട്സ് കം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നത്. ഓക്കെ, അപ്പം ബട്ട് നമ്മൾ ഹീ ഷീറ്റ് ഉപയോഗിക്കുന്ന സ്ട്രക്ചർ വേറെയാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, സോ വെൻ ഡു യു ലേൺ ഇംഗ്ലീഷ്? ഓക്കെ, സോ ലേൺ ഇംഗ്ലീഷ്. ദിസ് ഈസ് ദ ടൈം ടു ലേൺ. ഓക്കെ.